ജാതിപത്രിയും ജാതിക്കയൊക്കെ ഉപയോഗിച്ചാലും ജാതിക്കയുടെ ഔട്ടർ ഷെല്ല്, അതായത് അതിൻ്റെ ഫ്ലഷ് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയാണ് ചെയ്യാറ് അല്ലേ. എന്നാൽ ഇതുകൊണ്ട് വളരെ രുചികരമായിട്ടുള്ള ഒരു അച്ചാർ നമുക്ക് തയ്യാറാക്കാം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ജാതിക്കയുടെ തൊണ്ട് കൊണ്ടുള്ള അടിപൊളി അച്ചാറാണ്. നമുക്ക് അതൊന്ന് തയ്യാറാക്കി നോക്കാം. ഐ ആം ലെക്സി ജേസൺ, വെൽക്കം ടു ഫ്രഷ് ലൈഫ്. ജാതിക്ക ഇതുപോലെ വിണ്ടു വരുമ്പോൾ ജാതിക്കായിൽ നിന്നും ജാതിക്കയും ജാതിപത്രിയും നീക്കിയെടുത്ത് അതിൻ്റെ തൊണ്ട് വളരെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഈ പാത്രം നിറയിരിക്കുന്നത് കേട്ടോ. ജാതിത്തൊണ്ട് കഴുകി ഒരു ടവൽ കൊണ്ട് വെള്ളം ഒപ്പിയെടുക്കുകയോ അല്ലെങ്കിൽ അല്പനേരം നല്ല വെയിലിൽ ഒന്ന് വാട്ടിയെടുക്കുകയോ ചെയ്ത് അതിൻ്റെ ജലാംശം തീർത്തും ഒഴിവാക്കിയാൽ ഈ അച്ചാർ കുറേ നാൾ കേടുകൂടാതിരിക്കും കേട്ടോ. ഇങ്ങനെ തയ്യാറാക്കിയെടുത്ത ജാതിത്തൊണ്ടിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി വിതറി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുക്കിംഗ് തുടങ്ങാൻ സമയം മാത്രമേ നമ്മളിങ്ങനെ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാവൂ. നേരത്തെ ചേർത്താൽ ഉപ്പ് അലിഞ്ഞു തുടങ്ങും. ജാതിക്ക വറുക്കാൻ സമയം ജാതിക്കയിൽ ഇതുപോലെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ ജാതിക്ക വറുത്തെടുക്കുമ്പോൾ അധികം എണ്ണ ആവശ്യം വരില്ല കേട്ടോ. ഞാനിവിടെ ഒരു ഉരുളിയിലാണ് ജാതിക്ക വറുത്തെടുക്കുന്നത്. 250 ഗ്രാം നല്ലെണ്ണയാണ് ഈ സമയം ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ നല്ലതുപോലെ തിളച്ച് വന്നാൽ എണ്ണയിൽ മുങ്ങിക്കിടക്കാവുന്ന അത്ര ജാതിക്ക ഇട്ട് വേണം നമുക്ക് ഇങ്ങനെ വറുത്തെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കേണ്ടതില്ല കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുത്തു തുടങ്ങിയാൽ മതി. എന്നാൽ കൂടുതൽ സമയം ജാതിക്ക മൊരിഞ്ഞു പോകാനും പാടില്ല. മുറുക്കം കൂടും മുമ്പ് തന്നെ നമുക്കിത് കോരിയെടുക്കാം. കൂടുതൽ മൊരിഞ്ഞു പോയാൽ അച്ചാറിട്ടതിന് ശേഷം അത് സോഫ്റ്റായി കിട്ടാനും കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പരുവത്തിൽ നമുക്ക് വേഗം കോരി മാറ്റാം. ഇനി ഇതുപോലെ ബാച്ചായിട്ട് നമുക്ക് എല്ലാ ജാതിക്കയും കോരിയെടുക്കാം. ഇനി നമുക്ക് അച്ചാറിൽ ചേർക്കാനുള്ള മുളക് പൊടി ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർക്കുന്നത്. പാൻ ചൂടായി കഴിഞ്ഞാൽ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഈ മുളക് പൊടി പാനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ആ ഒരു ചൂടിലിരുന്ന് റോസ്റ്റായി കിട്ടിയാൽ മതി കേട്ടോ. കൂടുതൽ സമയം ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മൾ റോസ്റ്റാക്കി എടുത്താൽ അത് കരിഞ്ഞു പോകും. അത്രയൊന്നും മുരിച്ചിൽ നമുക്കിതിനാവശ്യമില്ല. ഈ ഒരു തരത്തിൽ നമ്മളിത് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഉരുളിയിൽ അല്പം എണ്ണ ഒഴിച്ച് ഒരു പിടി കാന്താരി മുളക്, ഞാനിവിടെ വെള്ളക്കാന്താരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, അത് നമുക്ക് വറുത്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി വരണം. ഇത് റോസ്റ്റായി വന്നു കഴിഞ്ഞാൽ 2 പിടി കറിവേപ്പില ഈ സമയം നമുക്ക് അതിലിട്ട് കൊടുക്കാം. ഇതും കൂടെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇനി ഈ എണ്ണയിലേക്ക് ചേർക്കുന്നത് കായമാണ്. ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കായം അതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. ഈ കായം നമുക്കൊന്ന് വറുത്ത് മാറ്റാം. ഇനി ചേർക്കുന്നത് ഉലുവയാണ്. ഉലുവയും ചേർത്ത് അതൊന്ന് പൊട്ടി വറുത്ത് വന്നാൽ നമുക്ക് അതും കോരി മാറ്റാം കേട്ടോ. ഇനി ഇവ രണ്ടും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടിയും ഉലുവാപ്പൊടിയും കായപ്പൊടിയും ഉപ്പുപൊടിയുമാണ്. വറുത്ത് കോരിയ ജാതിക്കയിലേക്ക് വറുത്തെടുത്ത കാന്താരിയും വെളുത്തുള്ളിയും വേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചൂടാക്കിയെടുത്ത മുളക് പൊടിയും കായപ്പൊടിയും ഉലുവാപ്പൊടിയും ഒപ്പം തന്നെ ഉപ്പുപൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചേർക്കുന്നത് നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിച്ച നല്ലെണ്ണ, അത് 2 തവി നല്ലെണ്ണ ഇതിൽ എല്ലാത്തിലും കൂടി നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. 1.5 കിലോ ജാതിക്കയിലേക്കാണ് ഞാൻ ഈ മിക്സൊക്കെ ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ 2 തവി എണ്ണ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ജാതിക്ക പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആവാനും വളരെ നാൾ കേടുകൂടാതിരിക്കാനും സഹായിക്കും. ഇത്രയും ചെയ്താൽ നല്ല വറുത്ത ജാതിക്ക അച്ചാർ ഇവിടെ തയ്യാറായി. ഇനി ഇത് കഴുകി ഉണക്കിയെടുത്ത ഒരു ഗ്ലാസ് ജാറിലിട്ട് ഭദ്രമായിട്ട് അങ്ങ് അടച്ചു വെച്ചേക്കുക. വളരെ നാൾ കേടുകൂടാതിരിക്കുന്ന ഈ സ്വാദേറിയ അച്ചാർ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് വളരെ ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആകുന്ന ഒരു ഐറ്റമാണ് ഈ ജാതിക്ക. അത് കൂടുതൽ കേടായി കളയാതെ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ഒത്തിരി നാൾ കേടുകൂടാതെ നമുക്കത് ഉപയോഗിക്കാം. എല്ലാവർക്കും നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ല ഒരു ഐറ്റമാണ് ഈ ജാതിക്ക. ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കൂ. ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്